നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 സംഭവബഹുലമായ മറ്റൊരു എപ്പിസോഡ് കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. അതിലൊന്ന് നടന്നത് ജിസേലും അനുമോളും തമ്മിലുള്ള ഒരു സംഘർഷമാണ്. അതായത് ജിസേൽ തുടർച്ചയായിട്ട് റൂള് തെറ്റിക്കുന്നത് പതിവായിട്ടുണ്ട്. ജിസേലിന്റെ ഒരു ഡ്രസ്സ് കീറിപ്പോയി എന്ന് പറഞ്ഞിട്ട് ലോങ്കിരി ബാഗിൽ നിന്നും ഒരു ഡ്രസ്സ് കിട്ടിയെന്നും അനുമോൾ ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട് ഇത് ഈ ഹൗസിൽ ധരിക്കാവുന്ന മാന്യമായ വസ്ത്രമാണോ എന്ന് സംശയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആ ഹൗസിനകത്തേക്ക് ഒരു കംപ്ലൈന്റ് ആയിട്ട് അത് ചെല്ലുകയും ബിഗ് ബോസ് തന്നെ പറയുന്നു ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു ഡ്രസ്സ് എടുത്ത് കാണിച്ചിട്ട് ജിസേൽ പറയുകയാണ് ഇത് കീറിപ്പോയി, ഇത് എങ്ങനെ കീറിയതാണ് എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ ഒരു കളിയാക്കിയ രീതിയിൽ ചോദിക്കുമ്പോൾ പറഞ്ഞു എനിക്ക് ഹൈറ്റ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് കീറും, നിന്നെ പോലെ ഞാൻ ചെറുതല്ല എന്ന് പറയും. ഇതിലാകെ ട്രിഗേർഡായാണ് അനുമോൾ പറയുകയാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഇതുപോലെ എൻ്റെ ഉയരം പ്രശ്നമായതുകൊണ്ട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ഞാനതിൽ സങ്കടപ്പെടുന്നില്ല. ഈ ഉയരം വെച്ച് തന്നെയാണ് ഞാൻ പല സ്റ്റേജുകളിലും എത്തിയത്, പക്ഷേ ഹൈ ഹീൽഡ് ചെരുപ്പുകൾ വാങ്ങാൻ വേണ്ടി കടകൾ കയറി ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അനുമോൾ ഭയങ്കരമായിട്ട് അവിടെ ഇമോഷണൽ ആവുന്നുണ്ട്. പക്ഷേ തിരിച്ചു വന്ന അനുമോളോട് ജിസേൽ പറയുന്നുണ്ട് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നുകൊണ്ട് ഞാൻ ഡിഫെൻഡ് ചെയ്താണ്, എന്നെ അറ്റാക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ തിരിച്ച് അറ്റാക്ക് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കിച്ചണിൽ പുതിയ ടീമാണെന്ന് നമുക്കറിയാം. കിച്ചണിൽ അനീഷ് ക്യാപ്റ്റനായുള്ള ടീമാണ്. അപ്പോൾ ഉച്ച സമയം ആവാറാകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റിലേക്കുള്ള വർക്ക് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് വന്നിട്ട് അവിടെ എത്തിച്ചേരുന്ന ഡോക്ടർ ബിന്നി പറയുകയാണ് എനിക്ക് വിശക്കുന്നു, ഭക്ഷിക്കാൻ എന്തെങ്കിലും വേണമെന്ന് പറയുമ്പോൾ പോയി വായി ഭക്ഷിച്ചോളാൻ എന്ന് പറഞ്ഞിട്ട് അനീഷ് പറഞ്ഞയക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു പോയിരുന്ന ഡോക്ടർ ബിന്നി അവിടെ നിന്ന് ഒരു പടക്കത്തിൽ തിരികൊളുത്തിയാണ്. ഷാനവാസിനോട് പറയണം അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് കിച്ചണിൽ വർക്ക് ചെയ്ത് അതിനകത്ത് ഉമിനീര് തെറിക്കും, അവരോട് മിണ്ടായിരുന്നു വർക്ക് ചെയ്യാമായിരുന്നു എന്ന് പറയുമ്പോൾ ഷാനവാസ് അത് പോയി ചോദിക്കുകയും അതിനെ തുടർന്ന് അവർ വലിയ കലഹം പുറപ്പെടുകയും അക്ബർ ഇത് ഏറ്റെടുക്കുന്നു. അനീഷും അക്ബർ അഗൈൻസ്റ്റ് ഷാജഹാൻ ഒരു വലിയ തർക്കം നടക്കുകയാണ്. അതിനിടയിൽ ഒനിയിൽ കയറി വന്നിട്ട് ഇത് എപ്പോഴാണ് ഉണ്ടാക്കി തീരുക, ഇത് ഇനി ആയില്ലേ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഒരു ബാഡ് വേർഡ് യൂസ് ചെയ്തിട്ട് ഒരു മോശമായ പദം ഉപയോഗിച്ചിട്ട് അക്ബർ നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ഡാഷ് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറയുകയും അത് ബിഗ് ബോസിന്റെ ക്യാമറയെ നോക്കി ഷാനവാസും ഒനിയിൽ ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നു. പക്ഷേ ബിഗ് ബോസ് ഇതുവരെ അതിനെക്കുറിച്ച് അങ്ങനെ വിളിപ്പിച്ചിട്ടൊന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഇവരുടെ വീക്കെൻഡിൽ മിഡ് വീക്കിലേക്കുള്ള ഒരു പണിഷ്മെന്റ് ടാസ്ക് ഉണ്ട്. അതായത് ഇവർ 6 പേര് ഇന്നലെ തെരഞ്ഞെടുത്തുള്ള 2 പേരെ ഇവര് ഒരു സീക്രട്ട് റൂമിൽ അടച്ചിടും. അത് നമ്മൾ ലൈവിലോ നമ്മുടെ എപ്പിസോഡിൽ അവർക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ഹൗസ്മേറ്റ്സിന് അവരെ കാണാൻ പറ്റും. അവർക്ക് സ്ക്രീൻ സ്പേസ് കുറവായിരിക്കും. അങ്ങനെ 2 പേരെ സെലക്ട് ചെയ്ത് അവർ തമ്മിലുള്ള ടാസ്ക് നടക്കുകയാണ്. അതിൽ അനീഷ് ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലും എത്തിയ രീതിയിലാണ് ഇപ്പോൾ ഒന്നാമത്തെ ദിവസം അതിൻ്റെ ഒരു ടാസ്ക് അവസാനിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു നാളെയോ മറ്റന്നാളോ ആയിട്ട് അതിൻ്റെ ഫൈനൽ സ്കോർ വരും. ഫൈനൽ സ്കോർ വരുമ്പോൾ അവസാന 2 സ്ഥാനത്ത് നിൽക്കുന്നവർ ഈ ഒരു സ്ക്രീൻ സ്പേസ് ഇല്ലാത്ത ഒരു ഡാർക്ക് റൂമിലേക്ക് അവരെ, സീക്രട്ട് റൂം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡാർക്ക് റൂമിലേക്ക് അവരെ മാറ്റപ്പെടും. അത് കഴിഞ്ഞിട്ട് അക്ബർ രേണുമായിട്ടുള്ള ഇത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ സാരിക നൈസായിട്ട് പഴയ പ്രശ്നം ഒന്നുകൂടെ അത് ഒരിക്കലും മാപ്പ് കൊടുക്കരുത് എന്ന് സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച വിഷയത്തിൽ ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല എന്ന് പറഞ്ഞ് രേണു അത് മാപ്പ് കൊടുക്കുന്നില്ല. ആ ചപ്പാത്തി കൊണ്ടുണ്ടാക്കിയ ലവ് ചപ്പാത്തിയുടെ ഒരു ടാക്ടിക്സ് അവിടെ ഫെയിൽ ആവുകയാണ്. അത് കഴിഞ്ഞിട്ട് എല്ലാ വീട്ടിലുള്ള എല്ലാവരും അവരവരുടെ ചിട്ടെടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ടാസ്ക്കാണ്, പേഴ്സണലായിട്ട് അറിയാനുള്ള ഒരു ടാസ്ക്കാണ്. അതിനകത്ത് ഇന്ന് ആദ്യ ദിവസം തന്നെ ശാരിക തൻ്റെ ആങ്കറിംഗ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ്, അതുപോലെ രേണുസുതി അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ, അതുപോലെ ഒനിയിൽ അമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ അതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നടന്ന വേറൊരു സംഭവം എന്ന് പറഞ്ഞാൽ നെവിൻ്റെ വെസൽ ടീമിനകത്തുള്ള ഇഷ്യൂ ആണ്. നെവിൻ പറയുന്നു ഞാനിത് ഒരിക്കലും മറ്റുള്ളവർ കഴുകുന്ന സ്വന്തമായിട്ടുള്ള പാത്രങ്ങൾ കഴുകണം, കിച്ചണിൽ കുക്ക് ചെയ്ത പാത്രങ്ങൾ മാത്രമേ കഴുകുള്ളൂ എന്ന് നെവിൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അതിലും അവിടെ ഒരു സംഘർഷം നടക്കുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നീ ഇതുവരെ കഴിഞ്ഞ ആഴ്ചയിൽ നീ ആ ടീമിൽ ഇല്ലാത്തപ്പോൾ നിന്റെ ഗ്ലാസ് പല സ്ഥലത്തുനിന്ന് എടുത്തുനിന്ന് കഴുകിയവരുണ്ട്. അപ്പോൾ നെവിൻ പറയുകയാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു ചിന്ത മാറി, എൻ്റെ ഒരു ഇത് മാറി, പക്ഷേ ഇപ്പോൾ എല്ലാവരും അവരവർ കഴുകണം, ഞാൻ കഴുകില്ല എന്ന് പറഞ്ഞിട്ട് നെവിൻ അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്നത്തെ പുതിയ ടീമുകൾ എന്തായാലും ഷാനവാസ് ഉദ്ദേശിച്ച പോലെ സ്പാർക്ക് വരുന്നുണ്ട്. പുതിയ കണ്ടന്റുകൾക്കായി കാത്തിരിക്കാം. അടുത്ത എപ്പിസോഡ് റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കാം. സപ്പോർട്ട് ചെയ്യുക.